പടർന്നു പിടിക്കുന്ന ഫ്ലൂ പ്രതിരോധത്തിന് കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് NHS. പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുക, പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക, ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കുക എന്നിങ്ങനെയാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ. രോഗപ്രതിരോധത്തിന് സ്വീകരിക്കേണ്ട നിർണായക വസ്തുതകൾ ബിലാത്തി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് മലയാളിയും ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായ ഡോക്ടർ ഐശ്വര്യ. ഹായ്. UK-ൽ ഇപ്പൊ ഫ്ലൂവിന്റെ സീസൺ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ സാധാരണ ഒക്ടോബർ മാസം മുതൽ അടുത്ത വർഷത്തെ ഒരു മാർച്ച് മാസം വരെയാണ് ഇതിന്റെ സീസൺ. പക്ഷെ ഇത്തവണ ഓൾറെഡി ഇപ്പൊ തന്നെ ഒരുപാട് ഫ്ലൂവിന്റെ കേസസും കോവിഡ് കേസസും ഒക്കെ ഭയങ്കര പീക്ക് ലെവലിലാണ്. അതുകൊണ്ട് തന്നെ NHS ഒരുപാട് ഹെൽത്ത് വാർണിംഗ്സ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് ഒന്നും കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫേസ് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. പബ്ലിക് പ്ലേസസിലേക്ക് പോകുമ്പോൾ, ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോകുമ്പോൾ, ഹോസ്പിറ്റൽസ് അവിടേക്കൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഫ്ലൂവും കോവിഡും ഒക്കെ കൂടുതലും സ്പ്രെഡ് ആവുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പുറത്തു പോയി വന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേക്ക് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കുക. സാനിറ്റൈസർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, UK-ൽ നമുക്ക് ഈ സൺലൈറ്റ് ഒക്കെ കുറച്ച് ഈ ഒരു സീസണിൽ സൺലൈറ്റ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പൊ എല്ലാവർക്കും, മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫുഡിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഫ്ലൂ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ 55% വർധനവാണ് രേഖപ്പെടുത്തിയത്. NHS ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞയാഴ്ച ശരാശരി 2660 രോഗികളാണ് ഫ്ലൂ കാരണം ആശുപത്രിയിൽ എത്തിയത്. ഈ സമയത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് NHS നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേഘ്ന പണ്ഡിറ്റ് രംഗത്തെത്തി. ഫ്ലൂ രോഗികളുടെ എണ്ണം ഇപ്പോഴും വർദ്ധിക്കുകയാണ്. ഏറ്റവും ഉയർന്ന അവസ്ഥ എത്തിയിട്ടില്ലാത്തതിനാൽ വരും ആഴ്ചകൾ NHS-ന് അതീവ വെല്ലുവിളിയാകുമെന്നും അവർ പറഞ്ഞു. യൂറോപ്പിലാകെ അതിവേഗം പടരുന്ന ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസാണ് ഈ തരംഗത്തിന് പിന്നിലെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണ നമ്മുടെ ഫ്ലൂ സീസൺ തുടങ്ങുന്നതിന്റെ മുന്നോ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടോ നമ്മുടെ NHS എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പോയിട്ട് എടുക്കുക. ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇൻഫ്ലുവൻസ വരാതിരിക്കില്ല. അതിന്റെ ഇന്റൻസിറ്റിയാണ് കുറയ്ക്കുക. പിന്നെ കൂടുതലും ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. കുറെ ക്രൈറ്റീരിയയിലുള്ള ആളുകൾക്ക് ഈ വാക്സിൻ ഫ്രീ ആണ്.